ഹായ് ഹലോ എല്ലാവർക്കും ആദ്യ സ്ട്രീംഹാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ വരെ പോവുകയാണ് കേട്ടോ. പന്തളം മാതൃക്ഷേത്രത്തിൽ പോവുകയാണ്. അപ്പോൾ കുറേ നാളായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള മടി കാരണം അങ്ങും പോകാണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും മോളും കൂടാണ് അമ്പലത്തിൽ പോകുന്നത് കേട്ടോ. അപ്പം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാണെന്നുണ്ടെങ്കിൽ മലയ്ക്ക് പോകുന്നുണ്ട്. അപ്പം മലയ്ക്ക് പോകുമ്പോൾ വ്രതം തുടങ്ങുന്ന ദിവസമാണ്. അപ്പം അതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ദിവസം തന്നെ നല്ല അടിപൊളിയായിട്ടൊക്കെ റെഡിയായി നിൽക്കുക. ടൂ വീലറിലായിരുന്നു പോയത്. കുറച്ചെത്തിയപ്പോൾ തന്നെ പണി കിട്ടി. മഴയായി. ഞങ്ങളൊരു സൈഡിൽ തന്നെ ഇങ്ങനെ നിന്നു. മഴയൊക്കെ കുറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും അമ്പലത്തിലെത്തി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പന്തളം മഹാദേവക്ഷേത്രം. അപ്പം ഇനി ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ അവിടെയും ചെന്നപ്പോഴത്തേന് പണി കിട്ടി. എന്താ ചെയ്യുക? അവിടെ ചെന്നപ്പോഴത്തേന് ഇതുപോലെ തന്നെ മഴ പിന്നെയും തുടങ്ങി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? കുറേ നേരം അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു. അമ്പലത്തിനകത്തോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു മഴയായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. മഴയൊക്കെ കുറഞ്ഞതിന് ശേഷം ഞങ്ങൾ ചുറ്റമ്പലമൊക്കെ തൊഴാനായിട്ട് ഇറങ്ങി. ഇത് മായക്ഷേമയുടെ നടയാണ് കേട്ടോ. ഇവിടെ എല്ലാ വർഷവും ചന്ദ്രപ്പൊങ്കാല നടത്താറുണ്ട്. ആ ദിവസം എന്നുണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദികേശൻ്റെ ചെവിയിൽ രഹസ്യം പറയാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. എന്തൊക്കെയോ പറയണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും എപ്പോൾ വന്നു കഴിഞ്ഞാലും അവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയും. പന്തളം മഹാദേവക്ഷേത്രത്തിൽ നിന്ന് ചിങ്ങ 1 നടക്കുന്ന നിറവുത്തിരി ചടങ്ങുണ്ട്. അതിലേക്ക് പട്ടാഴി വടക്കേക്കര മണിയുടെ ശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് നിറവുത്തിരി കൊണ്ടുവന്നൊരു ചടങ്ങുണ്ടായിരുന്നേ. അതായിരുന്നു നടന്നത്. സത്യത്തിൽ അത് കാണാനൊരു ഭാഗ്യം കിട്ടിയായിരുന്നു. അന്ന് പോയതുകൊണ്ട് സത്യത്തിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കാനും പറ്റിട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്കല്ല കേട്ടോ. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ദേവീക്ഷേത്രം കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ കുറേ നാളായി നമ്മൾ പോയിട്ട്. അപ്പം ആദൂസിനെയും കൂട്ടി ഞാൻ അവിടെ ഒന്ന് പോയി തൊഴുതേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ അവിടെ പോയി പ്രാർത്ഥിച്ച് തൊഴുതിട്ടൊക്കെ വന്നിട്ടോ. പിന്നെ നേരെ പോയത് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടായിരുന്നു. പിന്നെ അത് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഇവിടെ എല്ലാം പോയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻസായിട്ടൊന്ന് അറിയിക്കുക. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ബൈ, സീ യു.